ഇലക്ട്രൽ ബോണ്ട് സുപ്രീം കോടതി റദ്ദാക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് 8,350 ബോണ്ടുകൾ കൂടി അടച്ചിരുന്നുവെന്ന വിവരം. 1 കോടി രൂപ വിലയുള്ള 10,000 ബോണ്ടുകൾ അച്ചടിക്കാൻ ധനമന്ത്രാലയം അനുമതി നൽകിയിരുന്നു. രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. എന്താണ് കൂടുതൽ പുറത്തുവരുന്ന വിവരങ്ങൾ? സുപ്രീം കോടതിയുടെ ഉത്തരവിന് തൊട്ടു മുമ്പ് വരെ നടന്നത് കൂടുതൽ ഇലക്ട്രൽ ബോണ്ടുകൾ പുറപ്പെടുവിക്കാനായിട്ടുള്ള നീക്കങ്ങളാണ് എന്നത് വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇന്ത്യൻ എക്സ്പ്രസിനാണ് ഇത് സംബന്ധിച്ച വിവരാവകാശ രേഖ ലഭിച്ചിരിക്കുന്നത്. ഫയൽ നോട്ടിങ്ങുകളുടെയും SBIയും കേന്ദ്ര സർക്കാരും കേന്ദ്ര ധനമന്ത്രാലയം തമ്മിലുള്ള ചർച്ചകളുടെ, അത് ഇമെയിൽ രൂപത്തിലും ഫയൽ നോട്ടിങ്ങുകളുടെ രൂപത്തിലും ഒക്കെയുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഈ ഇന്ത്യൻ എക്സ്പ്രസിന് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ വ്യക്തമാക്കുന്നത് ഈ ഉത്തരവിന് തൊട്ട് മുമ്പ് 10,000-ഓളം ഇലക്ട്രൽ ബോണ്ടുകൾ പുറപ്പെടുവിക്കാനായിട്ടുള്ള നിർദ്ദേശം ലഭിച്ചിരുന്നു എന്നുള്ളതാണ്. 1 ലക്ഷം രൂപ വിലയുള്ള ഇലക്ട്രൽ ബോണ്ടുകൾ പുറപ്പെടുവിക്കാനുള്ള നിർദ്ദേശമായിരുന്നു നൽകിയിരുന്നത്. എന്നാൽ അതിൽ ഏതാണ്ട് 8,500ഓളം എണ്ണം ഇലക്ട്രൽ ബോണ്ടുകൾ പ്രിന്റ് ചെയ്ത് കൈമാറുന്ന ഘട്ടത്തിൽ നിർത്തിവെക്കാനായിട്ടുള്ള നിർദ്ദേശം SBIക്ക് കേന്ദ്ര സർക്കാർ നൽകിയിരുന്നു എന്നുള്ളതും ഈ ഉത്തരവിൻ്റെ ഭാഗമായിട്ട് വ്യക്തമാകുന്നുണ്ട്. ഇത് ഇലക്ട്രൽ ബോണ്ടുകളുടെ തുക, ഒരുപക്ഷെ ഇലക്ട്രൽ ബോണ്ടുകൾ നിയമവിധേയമാണ് എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ രീതിയിലേക്ക് പണം ഈ പല കോർപ്പറേറ്റുകളുടെ പക്കൽ നിന്നും ഒക്കെ കരസ്ഥമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു എന്നതിന് വ്യക്തമായിട്ടുള്ള ഉദാഹരണമായി മാറുകയാണ്. ശരി, ഇലക്ട്രൽ ബോണ്ട് സുപ്രീം കോടതി റദ്ദാക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് 8,350 ബോണ്ടുകൾ കൂടി അച്ചടിച്ചിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തുവരുന്നത്. രാധാകൃഷ്ണനാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്.